ഹരി ശ്രീഗണപതായേ നമ. അഭിഘ്നമസ്തു. ശ്രീകണ്ഠേശ്വര ഗുരുവേ നമോ നമ. ഈശ്വര. മകരം രാശിയാ. മകരമല്ലോ ലഗ്നം. പെരിയ ശുഭം. മകരവിലോചനെ മകനുണ്ടായി വരും. മകരം രാശി വന്ന മറിച്ചു നോക്കണ്ടെന്ന പ്രമാണം. 5-ാം ഭാവം ശുദ്ധം. പോരെങ്കിൽ 11-ലെ വ്യാഴദൃഷ്ടി 5-ാം ഭാവത്തിലേക്കുണ്ട്. വിഘ്നങ്ങളൊക്കെ തീർന്നു. ഭഗവാനേ. മേടം പിറക്കട്ടെ. അമ്പാടിയിൽ ഒരു കുഞ്ഞ് ജനിക്കും. നോക്കിക്കോളൂ, ഈ വിഷുക്കല് വൃദ്ധാവിലാവില്ല. ധൈര്യമായിട്ട് ഇരുന്നോളൂ. പിന്നെ സന്താന സൗഭാഗ്യത്തിനു വേണ്ടി തെക്കേക്കുളങ്ങര അമ്പലത്തില് ഒരു തുലാഭാരം നടത്തുന്നത് ഉത്തമമായിരിക്കും. ഇരുവരെണ്ണം കൊള്ളാനേ ഉള്ളൂ. ബാലന് ചേരുവോന്നൊരു സംശയം. നോക്കൂ ലക്ഷ്മി. തെറ്റു പറയാനൊന്നുമില്ല. ഞാൻ നോക്കട്ടെ ലക്ഷ്മി എടുത്തി. ഓ, ഗൗരവക്കാരിയാണെന്നാ തോന്നണേ. സാവിത്രി നോക്കിക്കേ. ഇങ്ങതാ ഞാനും നോക്കട്ടെ. ഓ, പേടമാൻ മിഴികളും ചെഞ്ചുണ്ടും ചന്ദനക്കവിളും ചേലൊത്ത നാസികയും തിങ്കളേ വെല്ലും മുഖകാന്തിയും സുന്ദരി. അങ്ങനെയുള്ളൊരു പെണ്ണിനെയാ നിനക്ക് വേണ്ടത്. മാധവേട്ടാ, എവിടുന്ന് കിട്ടി ഇതിനെയൊക്കെ? ഞാൻ ഈ പരിപാടി ഉപേക്ഷിച്ചു. അവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെ പോകുന്നവരെ നിങ്ങൾ പെണ്ണു നോക്കൊണ്ടിരിക്കുള്ളൂ. ബാല, നീ നോക്ക്. എനിക്കിപ്പോ കല്യാണം വേണ്ടത് മലയാളത്തിലല്ലേ ഞാൻ പറഞ്ഞത്. വീടിന്റെ അരക്കേടില്ലല്ലേ? അമ്മയ്ക്ക് പൂർണ്ണ തൃപ്തി ഉണ്ടെങ്കിൽ മാത്രം മതി. നോക്കട്ടെ. ഓ, ഈ കുട്ടിക്ക് എന്താ കുഴപ്പം? നല്ല ചന്തം. ഇത് മതി. നോക്കിയേ. ഇത് വേണ്ട. നോക്കിയാ മുട്ടി, ഈ കുട്ടി ബാലിന് നല്ല ചേർച്ചയല്ലേ? കുഴപ്പമില്ലല്ലോ. അമ്മൂട്ടിയുടെ അത്ര പൊക്കയില്ല. നല്ല നിറമുണ്ട്, നല്ല അഴകുണ്ട്, നല്ല ഐശ്വര്യമുണ്ട്. ഇല്ല അമ്മൂട്ടി? എന്തേ ബാല, നീ ഒരു അഭിപ്രായം പറയാണ്ട് നിക്കണേ? എനിക്കൊരു അഭിപ്രായമില്ല, കാണുകയും വേണ്ട. അച്ഛമ്മ എന്താ വേണ്ടെന്ന് വെച്ചാൽ അങ്ങ് തീരുമാനിച്ചാ മതി. അപ്പൊ അവന് ധൃതിയുണ്ടെന്ന് അർത്ഥം. ധൃതി അവനല്ല, അവനെക്കാൾ തിടുക്കമുള്ളവർ ഇവിടെ ഉണ്ട്. അതാരാ? ഈ വീട്ടില് മൂകമായ ഒരു പ്രേമം അരങ്ങേറുന്നുണ്ട്. ഇനി അത് നീട്ടിക്കൊണ്ട് പോയിക്കൂടാ. ഞാൻ അറിയാതെ അങ്ങനെ ഒരു സംഭവം ഈ തറവാട്ടിൽ നടക്കുന്നുണ്ടോ? ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയതല്ല. കുറെ ദിവസമായി ഞാൻ ശ്രദ്ധിക്കണു. കുമാരാ, എന്തിനായി ഒളിച്ചുകളി? ഒളിച്ചളിയാ? അയ്യോ, എനിക്കൊന്നും അറിയില്ല. സത്യം പറയടാ. സത്യമായിട്ട് എനിക്കൊന്നും അറിയില്ല ബാല. അച്ഛമ്മ ഇവൻ എന്തോ ചെയ്യണം? രണ്ടാളും ഇങ്ങോട്ട് നീങ്ങി നിൽക്കൂ. കള്ളി മിണ്ടാപ്പൂച്ച കാലോ. ഇവിടെ വരൂ. നിനക്ക് ഇവിടെ ഇഷ്ടമാണോ കുമാര? ആണോ? എനിക്കിഷ്ടമല്ല എന്ന് ഞാൻ പറയാനില്ല. നിനക്കോ അമ്മൂട്ടി? ആട്ടെ, എന്താ നിങ്ങളുടെ ഭാവം? തുടർന്നോണ്ട് പോവാനാണോ ഉദ്ദേശം? അത് നടക്കില്ല, മനസ്സിലായോ? ഇനി രഹസ്യം വേണ്ടാന്ന്. ലക്ഷ്മി, എന്താമ്മേ? അടുത്ത ശുഭമുഹൂർത്തത്തിൽ ഇവക്ക് പുടവ് കൊടുക്കട്ടെ. കേട്ടില്ല രണ്ടാളും. മാധവനുണ്ണി, മുഹൂർത്തം നോക്കിക്കോളൂ. ക്ഷേമമായിട്ട് നടക്കണം. അതൊന്നും വേണ്ട മുത്തശ്ശി, അനുഗ്രഹം മാത്രം മതി. എഴുന്നേക്കൂ കുട്ടികളെ. നിങ്ങളും അമ്പാടിയിലെയാ. ഇവിടെ ഉള്ളവരെ പോലെ സന്തോഷായിട്ട് കഴിയണം. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല. 5 വയസ്സില് അനാഥനായിട്ട് തറവാട്ടി കയറി വന്നാണ് ഞാൻ. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി മരിക്കണ ഒരാൾക്കൂറുണ്ടാവും. കണ്ണു തുടക്കടാ. മുത്തശ്ശി നിങ്ങളെ രണ്ടാളെ നല്ലോണം ഒന്ന് കാണട്ടെ. ചേർന്ന് നിൽക്ക്. നന്നായി വരട്ടെ. അമ്മൂട്ടി, അമ്മൂട്ടിയെ കാണാൻ എന്ത് ചന്ത. എന്തിനാ അമ്മൂട്ടി കരയണത്?
ചെയ്തത് തെറ്റായി പോയെന്ന് തോന്നുന്നു. അവര് ദുഃഖം പുറത്ത് കാണിക്കണില്ല എന്നേ ഉള്ളൂ. അകത്ത് വേവണത് എനിക്ക് മനസ്സിലാവണുണ്ട്. ഇതിനിടയിലും ഇങ്ങനെ തോന്നാൻ ഇതൊക്കെ ലക്ഷ്മി എടുത്തിരിയാ. ഒരു മടിയില്ലാതെ പെറ്റമ്മയെ പോലെ എടുത്തു തന്നില്ലേ. അച്ഛനും അമ്മയില്ലാത്ത ദുഃഖം ഇപ്പൊ എനിക്ക് ഒട്ടുമില്ല. കുമാരേട്ടാ, എത്ര ജന്മം എടുത്താലും എനിക്ക് ഈ കടപ്പാട് തീരില്ല. ശരി അമ്മൂട്ടി, അമ്മൂട്ടി വിഷമിക്കണ്ട. നമുക്കെല്ലാവരും ഉണ്ടെന്ന് കൂട്ടിക്കോളൂ. മുത്തശ്ശി, അമ്മ, ഏട്ടന്മാര്, ഏട്ടത്തിമാര്, അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അല്ലാതെ നമ്മൾ ഈ പാവങ്ങൾ എന്ത് ചെയ്യാനാ? അതൊക്കെ പോട്ടെ, ഈ പൊട്ടനെ അമ്മൂട്ടിക്ക് എങ്ങനെ ഇഷ്ടായി? അങ്ങനെ പറയരുത്. നല്ലൊരു മനസ്സുണ്ട്, എനിക്കത് മതി. നേരെ എത്രയായെന്ന് അറിയോ? നിർത്തുപാല. നീ അവിടെ ഇരിക്കൂ. രക്ഷിച്ചിട്ട് കുട്ടിക്കല്ലേ ഈ ചെക്കൻ? എന്താ അവന്റെ പേര്? മോഹൻലാൽ. മോഹൻലാൽ. അവൻ ആ പെണ്ണിനെ കെട്ടുവെന്ന് അറിയാണ്ട് എനിക്ക് ഉറക്കം വരില്ല. നീ പോയി കിടന്നോളൂ. ഞാൻ പോയി കിടന്നോളാം. അമ്മ ഈ മരുന്ന് കഴിക്ക്. കുടിക്കും മോനെ. മോനു മോളെ, മോൻ പാലേ കുടിക്കുന്നില്ല, ഒരേ നിർബന്ധം. മോനു, മോന് അമ്മ എന്താ കൊണ്ടുവന്നിരിക്കുന്നത് നോക്കിക്കേ. കാമധേനു. എനിക്ക് എന്റെ കുട്ടിയുടെ ആരോഗ്യമാണ് പ്രധാനം. ഗുണത്തിൽ മുന്നിലും ഏത് സമയത്തും സുലഭവുമായ കാമധേനുവിലാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പാൽപുഞ്ചിരിയുടെ രഹസ്യം കാമധേനു. ആധുനിക സാങ്കേതിക മികവോടെ പാക്ക് ചെയ്യപ്പെടുന്ന ശുദ്ധമായ പശുവിൻ പാൽ. എല്ലാ പോഷകങ്ങളും അടങ്ങിയതാണ്. കാമധേനു. ആ കുന്തോ നമർത്തു. ആ കുട്ടി ഒന്നും കൂടി കാണട്ടെ. ലക്ഷ്മി, ഏതായി കുട്ടി? എവിടെയോ കണ്ട പോലെ. ആ, ഇത് കൃഷ്ണേട്ടന്റെ മോള് ലേഖയാ. കുട്ടിയായിരുന്നപ്പോ കണ്ടതാ. ഇവൾക്ക് എപ്പോഴാ കല്യാണം കഴിഞ്ഞേ? അവളുടെ കല്യാണം കഴിഞ്ഞിട്ടില്ലമ്മേ. അപ്പോ ആ കൊച്ചുകുട്ടിയോ? അത് പരസ്യത്തിന് വേണ്ടിയുള്ളതല്ല അച്ഛമ്മേ, മോഡൽ. മോഡൽ അല്ലടാ, മോഡൽ. മലയാളം വാക്ക് തിരുത്തിയാ മതി, ഇത് ഇംഗ്ലീഷ് വാക്കാ, മോഡൽ എന്ന് തന്നെ. നീ അതൊന്നും ഓടിക്കടാ. കുട്ടിയുടെ ആരോഗ്യമാണ് പ്രധാനം. ആധുനിക സാങ്കേതിക അവൾ ആ കുട്ടിയെ പൊന്നു പോലല്ലേ നോക്കണത്. പശുവിൻ പാൽ. ബാലൻ ഇവള് മതി. അടങ്ങിയതാണ്. നല്ല ചേലുള്ള പെണ്ണ്. വീട്ടമ്മമാർക്കും ലക്ഷ്മിയെ പോലെ തന്നെ നല്ല സ്ത്രീയുള്ള മുഖം. അതൊന്നും വേണ്ടമ്മേ. ടൗണിലൊക്കെ വളർന്നല്ലേ, പരിഷ്കാരിയാണെങ്കിലോ. ബാലിന് നല്ല ചേർച്ചയായിരിക്കും, പോരാത്തതിനും മുറപ്പെണ്ണ്. എനിക്ക് വേണ്ട. നീ അല്ലത് നിശ്ചയിക്കണത്. ഉം. എനിക്കിനി സിനിമ കാണണ്ട. ശ്രീധര, നാളെ തന്നെ കൃഷ്ണന്റെ അടുത്ത് പോയി ഈ കുട്ടിയുടെ ജാതകം ഒന്ന് വാങ്ങിച്ചോണ്ട് വരൂ. ഇവളാ ഈ വീട്ടിലെ മരുമകൾ.